ചെറുതായിട്ടൊരു ഫ്രൈഡ് റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വയ്ക്കുന്നതൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യാം. എന്നാലും നമ്മൾ അത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചു. അപ്പോൾ ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ട പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കി നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ്, ക്യാപ്സിക്ക, ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, പുതിനയില, മല്ലിയില, അങ്ങനെ ഒരുവിധം പച്ചക്കറികളാണല്ലോ നമുക്കിതിലേക്ക് ആവശ്യം. പിന്നെ ചോറ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് പാകത്തിന് വേവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തേക്കണേ. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഒഴിച്ച് ചൂടാക്കിയപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മുട്ട കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കുത്തിപ്പൊരിക്കണം കേട്ടോ. അപ്പം അത് നന്നായി ചെറിയ ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ കുത്തിപ്പൊരിച്ച് അത് മാറ്റി വെച്ച് അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ച് ചൂടായപ്പോൾ ഓയിലൊഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. സവോളയും അതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം ചെറുതായിട്ടൊരു സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാബേജും പിന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെ അതിനകത്തേക്കിട്ട് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കണേ. അപ്പോൾ അത് കാരണം പച്ചക്കറിയിൽ നമ്മളധികം ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രീൻ പീസും ഇതുപോലെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്കിട്ട് നന്നായി ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മുടെ ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ മുട്ടയും കൂടെ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളതാണല്ലോ സോയാ സോസ്, അപ്പോൾ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കൂടെ ഒന്നും കൂടെ ഞങ്ങൾ മിക്സാക്കിയിട്ട് പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചോറ് അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സോയാ സോസിൻ്റെ ആ ഒരു ഇതും പച്ചക്കറിയുടെയും എല്ലാം കൂടെ അതിനകത്തേക്ക് ഞങ്ങളായി. പിന്നെ ചെറുതായിട്ട് കുറച്ച് പുതിനയില മല്ലിയിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.